അതെ, നിങ്ങൾ തമ്മിൽ കണ്ട മാതിരി തന്നെ നമ്മൾ പുതിയൊരു ബിൽഡാണ് നമ്മളെ മൈനിങ് ഏരിയയുടെ ബിൽഡ്. പിന്നെ മൈനിങ്ങിനായപ്പോഴാട്ടോ ഈ ഷെയറും ലീഫൊക്കെ നമുക്ക് കിട്ടി. ഷെയറുള്ള ലീഫ് എടുക്കുക, പിന്നെ ഉണ്ടെങ്കിൽ രണ്ട് ആയനോ നമുക്ക് ഷെയർ ഉണ്ടാക്കാം. അതുകൊണ്ട് ലീഫൊക്കെ കട്ടിട്ട് നമ്മളെ ബേസ് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. ഇനി ബാക്കി നമുക്ക് കാണാം. ഓക്കെ, നമ്മളെ മൈനിങ് ഏരിയ ഇതാണ്. ഇതിൻ്റെ അടിക്കാണ് നമ്മൾ സ്റ്റോൺ വെട്ടിനില്ലേ, അത് അവിടെ നിന്നാണ്. ഇത് അവിടെ നിന്ന് തന്നെ ഞാൻ നേരെ അടിക്കൊരു വഴി ഉണ്ടാക്കിക്കാണ്. മൈൻ ചെയ്തിട്ട് -55 വരെ ഉണ്ട്. നമ്മൾ 35 ആയന്. അതാണ് ഇന്നേഴ്സ് ഉണ്ടെങ്കിൽ 35 ആയൻ ലെവൽ. അയണും ഡയമണ്ടുമാണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ. അതിൽ അയന് കിട്ടുന്നതാണ് +35. ഇനി -55 പോയാലാണ് നമ്മളെ ഡയമണ്ട് കിട്ടുക. ഇപ്പോൾ മേലെ ഒരു 30 കാണിക്കണില്ലേ, അത് 55 ആയി കഴിഞ്ഞാലാണ് നമ്മളെ ഡയമണ്ട് കിട്ടുക. ആദ്യം വരെയും കുഴിച്ചിട്ടിക്കണം. നമുക്ക് മറ്റൊരു ലാഡറൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഇനി ഞാൻ ബിൽഡിൻ്റെ പ്ലാനിങ് ഒക്കെ പറഞ്ഞുതരാം. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോറേജ് സിസ്റ്റം ആവണം. കാരണം നമ്മളെ അടുത്ത് അത്ര നല്ല സ്റ്റോറേജ് ഇല്ല. ആ പെരൻ്റെ ഉള്ളിലൊരു ചെറിയ 2 പെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ കാണിച്ചു തരാൻ മറന്നു. നമ്മളെ പെര കുറച്ച് ഡീറ്റെയിൽ ചെയ്തു. അതിന് മുന്നേ ഇത്ര ഐറ്റംസുമാണ് നമ്മളെ ബിൽഡിന് ആവശ്യമായിട്ടുള്ളത്. ബട്ട് ഇനിയും വേണ്ടൊരു കുറേ ഐറ്റംസ്. ഇതാണ് നമ്മളെ ഡീറ്റെയിലിങ്. പിന്നെ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഞാൻ നട്ടിട്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ കുറച്ച് മരങ്ങൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ ഭയങ്കര ഇവിടെ നടത്ത ഡിസൈൻ വന്നത്. ഓക്കെ, നമ്മളിതാ ഇപ്പോൾ കിട്ടിയ അയന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കിട്ടി. 15 രൂപ ആയതുകൊണ്ട് 6 കുക്കഡ് ആയതുകൊണ്ട്. ഓ കണ്ടോ, ഇപ്പം തന്നെ ഇത് ആകെ കുറച്ച് ഫുള്ളായിരിക്കും. ആകെ ഷോർട്ടൊന്നല്ല, ഒന്ന് ഷോർട്ടാക്കി വെക്കണം. പിന്നെ ഇതിലെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയപ്പോൾ കിട്ടിയ ബ്ലോക്സാണ്. ജലദോഷം ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിത് പൊട്ടിച്ചിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ അധികം നീട്ടി വലിക്കണമൊന്നുമില്ല. ഇപ്പോഴത്തെ ഇവിടുന്ന് ഒരു ബ്ലോക്ക് മാറിയിട്ട് 1 2 3 4 4 ബ്ലോക്ക് മേലോട്ട് വെക്കുന്നുണ്ട്. അതേമാതിരി ഇവിടുന്ന് ഒരു ബ്ലോക്ക് മാറിയിട്ട് പിന്നെ 4 ബ്ലോക്ക് മേലോട്ട് വെക്കുക. ഓക്കെ, ഇതാണ് ഒരു സ്ട്രക്ചർ വരുന്നത്. ഇതിമാണ് നമ്മൾ ബിൽഡ് ചെയ്ത് ഇത് കെട്ടിപ്പഴയാണ്. നേരെ അടിക്കുകയും നമ്മൾ മൈനിങ് ഏരിയ, അതിൻ്റെ ബാക്ക് നമുക്ക് കടക്കും വേണം. ഓക്കെ, നമ്മൾ കുറച്ച് ബിൽഡ് ചെയ്തു. ഇതിൻ്റെ റെക്കോർഡറിന് എന്താ പ്രശ്നമാണ്, ഞാൻ റെക്കോർഡ് ചെയ്ത് കിട്ടിയില്ല. അതിൽ ഇനി ആർക്കൊന്ന് ഉണക്കെ ഇത് ഒരു സ്ട്രക്ചർ വരച്ചു. അതേമാതിരി ഇവിടെ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് ട്രാപ്പ് ഡോർ വെച്ചു. ചുറ്റിനും ട്രാപ്പ് ഡോർ വെച്ചു. നമുക്ക് ഡോർ വെക്കലാണ് അടുത്ത പണി. ഡോർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടാക്കാം. സെറ്റ് ഇട്ടോ കയറാ. ഓ ശരിയായി ഉണ്ടോ. ഇപ്പം തന്നെ ഏകദേശം ഒരു ബേസിക് ലുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് കുറെ പണിയാൻ കിട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിലിംഗ് തുടങ്ങാം. അടുത്ത നമ്മൾ റൂഫിനാണ് പണിയാൻ പോകുന്നത്. റൂഫ് ഇതിൻ്റെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. ഐഡിയ വെച്ചിട്ടാണ് ഞാൻ പണിയുന്നത്. അത് ഇവിടെ ഫുള്ള് ചുറ്റിനും ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഞാൻ ഇങ്ങനെ ചെയ്യണേ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ട് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് പറഞ്ഞു തന്നാൽ മതി. ബട്ട് ബിഗിനേഴ്സ് നമ്മളെ വീഡിയോസിലാണ് ഉണ്ടാവും. അപ്പോൾ ഓൽക്കും കൂടി ഒന്ന് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാ. ഇനി നമ്മൾ ഒന്നും കൂടി ആ റൂഫും മുന്നിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒന്ന് വെക്കുക, മുന്നിക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ ഒന്ന് വെക്കുക, മുന്നിക്ക് ഒരു ബ്ലോക്ക് വെക്കുക. അങ്ങനത്തെ ഇങ്ങനെ ഫുള്ള് ഞാൻ കറക്കി വെക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നേ ഇങ്ങനെ ആക്കാരം. ഇനി നമ്മളിപ്പോ ഇത് ഫ്ലോട്ടായിട്ട് നിൽക്കണം. അപ്പൊ ഇതിന് സപ്പോർട്ട് വേണം, നല്ലൊരു ഭംഗി ഉണ്ടാവുക. കാരണം സപ്പോർട്ടില്ല ഫ്ലോട്ട് അയക്കണാണ്. എന്ത് റിയാലിസ്റ്റിക് ആണ്. നമ്മളൊരു സപ്പോർട്ട് കൊടുക്കാന് അതിന് ആദ്യം ഒരു പൊട്ടിക്കണം. ഓക്കെ, ഇവിടെ കഴിഞ്ഞാൽ എന്താണ് മിസ്റ്റേക്കാട്ടോ അത് ഫുള്ള് നമ്മളയക്കന്നെ വരുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പൊ കാണാൻ കുറച്ച് ഗുമ്മില്ല. അതേമാതിരി ഇപ്പുറത്തും കൂടി വരണം, ഒന്നും കൂടി ഗുമ്മാവും. പിന്നെ ഇവിടെ ഒന്ന് വെക്ക, ഇവിടെ ഒന്ന് വെക്ക. ഓക്കെ, ഇപ്പൊ കാണാൻ എങ്ങനെയുണ്ട്. ഇപ്പൊ നൈസായിട്ടോ. നമുക്ക് മേലക്കൊന്ന് കയറിയിട്ട് ഇവിടെ എന്തെങ്കിലും പണി. ഓക്കെ, നമ്മൾ സ്റ്റോറേജ് കയറാനുള്ള
കനേച്ചിനെ നമുക്ക് ചെറുതായിട്ടൊരു ഫോൺ കോൾ വന്നു. റെക്കോർഡിൽ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാ പ്രതീക്ഷിക്കണേ. ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു 3 ബ്ലോക്ക് 4 ബ്ലോക്ക് ഉണ്ടായിക്കോട്ടെ. ചോക്ക അല്ലെങ്കിൽ വാണു ഒത്തിരി പോറാവോന്നറിയില്ല. അതുകൊണ്ട് നമുക്കിത് കുട്ടിക്കാം. ഓക്കെ, നമുക്കിതാ ഇവിടുന്ന് ഓക്കെ കറക്റ്റ് ഇതാ ഈ ബ്ലോക്കിനായിട്ട് മേലക്ക് 3 ബ്ലോക്കും വെക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ സ്റ്റോറേജ് ഏരിയയുടെ സ്ട്രക്ചർ അറിയുന്നത്. ഇതിന്റെ ബാക്കൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്കത് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് ഇത് കോബിൾ സ്റ്റോൺ കൊണ്ട് ഫില്ല് ചെയ്യാമോ? കോബിൾ സ്റ്റോൺ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡയറക്റ്റൊന്ന് വെച്ച് ഏകദേശം ഓക്കെ നമ്മൾ കോബിൾ സ്റ്റോൺ കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഡോറൊന്ന് വെക്കാം. അല്ല സോറി, ട്രാപ്പ് ഡോർ വെക്കാം. നമ്മൾ കയ്യിൽ അതേ ഡിസൈൻ തന്നെ കേട്ടോ പടിയും ചെയ്യുന്നത്. ഒന്ന് വരെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ആ സ്റ്റോറേജ് ഫുള്ള് പണിയാണ് കേട്ടോ. പിന്നെ ഓഫ് ക്യാമറയിലാണ് ഞങ്ങൾക്ക് വില്ലേജേഴ്സിനും കൊണ്ടാ. അതുവരെ വില്ലേജേഴ്സ് ഒന്നും വില്ലേജൊന്നും ഇവിടെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴെന്ന് വെച്ചാ അവിടെ അല്ല വെക്കണം, നമ്മൾ ഫ്രണ്ടിൽ തന്നെ കൊണ്ടു വെക്കണം. അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം ബാക്ക് പോവാണ്. ഇവിടെ അല്ല, ഫ്രണ്ടില് നമ്മൾ ആക്സും പൊട്ടിട്ടോ. ഓക്കെ, അത് പൊട്ടിച്ചെടുത്ത് ഫ്രണ്ടിൽ വെക്കാം. ഇപ്പതാണ് ഞാൻ കിട്ടില്ല. ഒന്നും കൂടി നമ്മളെ സ്റ്റോറേജിന്റെ ആ സ്ട്രക്ചറും കൂടി വന്നപ്പോ ഒന്നും കൂടി അടിപൊളിയായി. നമ്മളൊക്കെ ഒരു സ്റ്റേജ് ഉണ്ടോ നോക്കണം, എന്നാലുള്ള ആ മേലൊന്ന് വെക്കാൻ പറ്റിയ ഒന്നും കൂടി ലുക്ക് അതിന് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ അത് സ്ട്രിപ്പ് ചെയ്തിരുന്നു കേട്ടോ. ഇതിൽ കൂടെ ചാടി ഓക്കെ ഇവിടെ വെക്കാം. ഇപ്പൊ ഒന്നും കൂടി ആ കോർണർ കണ്ടു ഞാൻ പറയില്ല, ആ കോർണർ ഒന്നും കൂടി എടുത്ത് കാണിക്കുന്നല്ലേ ഭംഗിയിൽ തന്നെ. ഓക്കെ, ഞാനേ വേറൊരു കാര്യം കണ്ടുപിടിച്ചു. 2 സ്ലാബ് ഇങ്ങനെ വെച്ചതിനെ കണ്ടോ, വേറൊരു ടെക്സ്ചറുള്ള ബ്ലോക്കാ വരുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ മേലെ റൂഫ് തന്നെ പറഞ്ഞു, ചെറിയ റൂഫ്. ഞങ്ങൾക്ക് കാണിച്ചിട്ട് എങ്ങനെ പണിയെന്ന്. ഫസ്റ്റ് ഇവിടെ ഒന്ന് വെക്കുക, നമ്പർ വെക്കുക. അതിന്റെ മുന്നില് ഇവിടെ അറിഞ്ഞു വെക്കുക. അപ്പൊ ഒന്നും കൂടി മനസ്സിലാവും. ഇങ്ങനെ ഒന്ന് വെക്കുക, അതിന്റെ മേലെ ഒന്ന് വെക്കുക. ഈ രീതിയിലാണ് അപ്പൊ ഇവിടെ ഇത് ഇങ്ങനെ പണി വെച്ചിരിക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് വേറെ രീതിയിലും പണിയാ, സ്റ്റെയർ കേസ് കൊണ്ടും പണിയാ. ബട്ട് ഞാൻ ഈ രീതിയിലാണ് പണി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഫില്ലാകാം. കുറച്ചും കൂടി എന്താ നമ്മൾ ഉണ്ടാക്കിയാ തോന്നരുത്, ഇവിടെ ഒക്കെ നമ്മൾ പൊളിച്ചാണ് തോന്നരുത്. അതുകൊണ്ട് കുറച്ച് ഇതാണ് നമുക്ക് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ അതും അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എന്താ ഇവിടെ വെച്ച് ഇവിടെയും ഫില്ല് ചെയ്യട്ടൊന്നാ ഏതാണ് വെച്ച്. ഓക്കെ, നമ്മൾ കുറച്ച് ഷവലോണ്ട് കുറച്ച് പാത്ത് വേ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ ക്രിയേറ്റ് ആക്കാൻ നമ്മൾ ഷവലോണ്ട് വെറുതെ ഗ്യാസ് മുന്നക്കിയമായി. അപ്പൊ ഇതേമാതിരി വരും. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കുറച്ച് ടെക്സ്ചർ കൊടുക്കുക, കുറച്ച് ഭംഗിയാക്കി കൊടുക്കുക. ഇവിടെ ഒന്ന് വെക്കുക. സോറി, അറിയാം മിസ്റ്റേക്കാണ്. കുറച്ച് ഇങ്ങനെ ചില ഭാഗത്ത് ഇങ്ങനെ മൺവെട്ടി കൊടുത്തിട്ട് അവിടെ കോബിൾ സ്റ്റോൺ വെക്കുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടെ നമ്മളെന്തായാലും മണ്ണൊക്കെ പോയിട്ട് അവിടുത്തെ കല്ലിലാണ് എന്നുള്ള ആ രീതിയിലാണ്. നമ്മളെന്തായാലും മൈനിങ് ഏരിയ അല്ല അത്. അപ്പൊ അവിടുന്ന് കല്ലൊക്കെ അടിശാടി അങ്ങനൊക്കെയാണ്. അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. നമുക്ക് വേണമെങ്കിൽ പാത്തുകളുടെ ഡിസൈൻ പല രീതിക്കുണ്ട്. ഒക്കെ പേഴ്സണലി ഇഷ്ടം ഈ ഡിസൈനാണ്. കോബിൾ സ്റ്റോണും കുറച്ച് വേറെ ബ്ലോക്കൊക്കെ വെച്ചിട്ട് ഇതിനേക്കാൾ നമ്മൾ ഫുള്ള് കണ്ടിന്യൂണ്ടാവുക. അവർക്കും കുറെ ഫാമർ വരാണ്ട് ആ സൈഡിക്കും. ഇപ്പൊ കാണാൻ കുറച്ചും കൂടി ലുക്കായിട്ടില്ലേ. അപ്പൊ അതേക്ക് വന്നപ്പോ നമ്മൾ പിന്നെയും കുറച്ച് പ്രോഗ്രസ് ചെയ്തു. ഇവിടെ ഞാൻ കാണിച്ചരാ, അതിന് പൊട്ടിക്കട്ടെ. കണ്ടോ, ഒരു കുയ്യിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കോബിൾ സ്റ്റോണിന്റെ സ്ലാബ് വെച്ചു. അങ്ങനെ തന്നെ വിചാരിക്കും കുയ്യായതാണ്, അതായത് നടന്ന് അവിടെ കുയ്യായതാണ് എന്ന്. അപ്പോ ഇതൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് ലൈറ്റിങ്ങിന്റെ പരിപാടി അന്നേനാ കോബിൾ സ്റ്റോൺ വാളെടുക്കുക. ഇവിടെ ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. ഒന്ന് ഇവിടെ ഇരുന്നോട്ടെ, അടുത്ത് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, നമുക്ക് അതിൻ്റെ മേലെ ടോർച്ച് കൊടുക്കുക. ടോർച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലേക്ക് റേറ്റ് ചെയ്ത കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ്
ഇനി അതിലെ ഇതിൻ്റെ മറ്റേ റിസോഴ്സൊന്നും ഗ്യാദർ ചെയ്യുന്ന കാണിച്ചില്ല. അതൊക്കെ കാണിച്ച് വെറുതെ ബോറടിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ആണ് ഞങ്ങൾക്ക് ഇവിടെയും കുറച്ച് ചെയ്യാം. ഇവിടെ അത്ര ലൈറ്റ് ഒന്നുമില്ല. ഇനി മുന്നോട്ട് ഇപ്പം ലുക്കൊന്നും കാണാൻ നോക്കി എൻ്റെ മോനെ കിഡിലായില്ലേ. ഇപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോകളാണ് ഇവിടെ കുറച്ച് വില്ലേജേഴ്സിന് കൊണ്ടുണ്ടാവും. അത് ഞാൻ ഓഫ് ക്യാമറ ചെയ്യാം. അടുത്ത വീഡിയോ ആണെങ്കിൽ നമ്മൾ സ്റ്റോറേജ് പണിയേക്കാരം. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ അപ്പോൾ ഓക്കെ ബായ്. പിന്നെ ബായ് അറിഞ്ഞതിന് മുന്നേ ലൈക്ക് അടിച്ചാത്തോലൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചും. ഇനി നമുക്ക് വീഡിയോയിൽ വ്യൂസുകൾ കിട്ടണേ. ബട്ട് വ്യൂസ് കിട്ടുന്ന അത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല.